ഭയപ്പെട്ട 2-3 സാഹചര്യമേ ഉള്ളൂ. അഭിഷക്തന്മാരുടെ മുമ്പിൽ മാത്രമേ യോർദാൻ വഴിമാറിയിട്ടുള്ളൂ. നിയമപെട്ടകം ചുമക്കുന്ന പുരോഹിതന്റെ കാൽ യോർദാനിലെ വക്കത്ത് വെച്ചപ്പോൾ യോർദാന്റെ ഒഴുക്ക് നിന്നു. യോർദാൻ വിഭജിക്കപ്പെട്ടു. യോർദാന്റെ കരയിലെ മരം വെട്ടുവാൻ വന്നപ്പോൾ യോർദാന്യ ശക്തികൾ വെട്ടാൻ കൊണ്ടുവന്ന ആയുധത്തെ കയറിപ്പിടിച്ചു. ആയുധമൂരി വെള്ളത്തിൽ പോയി. ദൈവകൃപ പ്രാപിച്ച ഒരാൾ അവരെ ഏൽപ്പിച്ച ആയുധങ്ങളുമായി ചില പടുകൂറ്റം വൃക്ഷങ്ങളെ വെട്ടാൻ ഇറങ്ങുമ്പോഴാണ് ആയുധത്തെ ഇല്ലായ്മപ്പെടുത്താൻ നോക്കുന്ന ശക്തികൾ എഴുന്നേൽക്കുന്നത്. ഒരു കാര്യം തിരിച്ചറിഞ്ഞേ, നിന്റെ ആയുധം നഷ്ടപ്പെടാൻ പോകുവല്ല, നിന്റെ ആയുധത്തിന് കർത്താവ് മൂർച്ച വരുത്താൻ പോവുക. ആയുധം വെള്ളത്തിൽ വീണു. ആയുധം നഷ്ടപ്പെട്ടവൻ കരഞ്ഞു നിലവിളിച്ചു, പ്രവാചക ഞാനത് വായ്പ വാങ്ങിക്കൊണ്ട് വന്നതാ, എലീശയെ ഞാനത് വായ്പ വാങ്ങിക്കൊണ്ട് വന്നതാ. യോർദാന്റെ ആഴങ്ങളിൽ ചെന്ന് പതിച്ച ആയുധം എലീശ പ്രവാചകൻ ഒരു കോല് വെട്ടി വെള്ളത്തിലേക്ക് എറിഞ്ഞു. ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയത് ആ കമ്പോടുകൂടെ പൊങ്ങി വന്നു. ഇവിടെ നിന്നുകൊണ്ട് സന്ദേശം പറയട്ടെ, ആഴത്തിൽ നഷ്ടപ്പെട്ടു പോയതിനെ എന്റെ കർത്താവ് പൊക്കിക്കൊണ്ടുവരാൻ പോവുകയാണ്. നിന്റെ ജീവിതത്തിൽ തീർത്താ തീരാത്ത നഷ്ടമാവുള്ളതെങ്കിലും അഭിഷേകമുള്ള ഏലിശായിക്ക് ഒരു പച്ച കമ്പ് മതി നിന്റെ നഷ്ടപ്പെട്ടതിനെ പൊക്കിക്കൊണ്ടുവരാൻ. ഒരു കൂട്ടം താക്കോൽ കൂട്ടത്തിൽ കാന്തം കൊണ്ട് പിടിപ്പിച്ചാൽ താക്കോല് പിടിച്ചു പൊക്കുമെന്ന് പറയാം. പക്ഷെ ഇരുമ്പിനെ എങ്ങനെ പച്ചക്കമ്പ് പൊക്കി പിടിച്ചു? ഏലിശായിയുടെ മേൽ പകർന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന് നഷ്ടപ്പെട്ടതിനെ പൊക്കിക്കൊണ്ടുവരാൻ കഴിവുള്ളതാണ്. സ്നേഹിത, ഒരു കാര്യം തിരിച്ചറിഞ്ഞേ, 2008 നഷ്ടപ്പെട്ടത്, 2010 നഷ്ടപ്പെട്ടത്, 2011 നഷ്ടപ്പെട്ടത്, ഈ നവംബർ മാസത്തിന്റെ ആദ്യത്തെ ആഴ്ചയിൽ പരിശുദ്ധാത്മാവ് നിന്നോട് പറയുന്നു, അത് പൊങ്ങി വരാൻ പോവുക. ദൂരെയല്ല, നീ നിൽക്കുന്നിടത്ത് നിനക്ക് കൈയെത്തി എടുക്കാവുന്ന ദൂരത്തിൽ അതിനെ കർത്താവ് പൊക്കിക്കൊണ്ടുവരാൻ പോവുക. വേദപുസ്തകം പഠിച്ചാൽ ആഴത്തിൽ താണ പലതിനെയും കർത്താവ് പൊക്കിക്കൊണ്ടു വന്നിട്ടുണ്ട്. കടലിന്റെ അടിത്തട്ടിൽ മണ്ണിനോട് മുട്ടി ഉരുമിപ്പൊയ്ക്കൊണ്ടിരുന്ന ലിവ്യാദാനെ എന്റെ ദൈവം പൊക്കി മരുഭൂമിയിലെ ജനത്തിന് ആഹാരമായി എത്തിച്ചു കൊടുത്തു. ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ വഴി നിന്റെ ലൈഫിൽ വെളിപ്പെടാൻ പോവുക. ഇനി നീ ഇടുങ്ങാൻ പോവുകയല്ല, ഞെരുങ്ങാൻ പോകുമല്ല, നീ വിശാലപ്പെടാൻ പോവുക. വിശ്വസിച്ചേ, നിന്റെ വീട് വിശാലപ്പെടാൻ പോവുക. നഷ്ടപ്പെട്ടതെല്ലാം ദൈവം നിനക്ക് പൊക്കിക്കൊണ്ടുവരാൻ പോവുക. നിന്റെ ലൈഫിൽ പൊക്കിക്കൊണ്ടുവന്ന് കൈയെത്തി പിടിക്കാവുന്ന ദൂരത്തിൽ കർത്താവ് അതിനെ കൊണ്ടുതരാൻ പോവുക. വിശ്വസിച്ചേ, നിന്റെ കണ്ണും വെട്ടത്ത് ആ നന്മ തിരിച്ചു വരാൻ പോവുക. നിന്റെ വീട്ടിലെ അനുഗ്രഹം തിരിച്ചു വരാൻ പോവുക. ശാപത്തിന്റെ മുള്ളുകൾ ഇനിയും നിന്റെ വളർച്ചയെ കയറി ചുറ്റിപ്പിടിക്കത്തില്ല. ഇന്നതിനെ മൂടോടന്റെ ദൈവം പിഴുതെറിയുകയാ. ഒരു കാര്യം തിരിച്ചറിഞ്ഞേ, അവൻ വിശാലമാക്കുന്ന കർത്താവത്രേ, വിശാലതയിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമത്രേ. ആർക്കാഗ്രഹമുണ്ട് വിശാലമാകണം എനിക്കൊന്ന്? ആർക്കാഗ്രഹമുണ്ട് നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടണം? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ആരോഗ്യം നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. കുഞ്ഞിന്റെ ഭാവി നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. സമ്പത്ത് നഷ്ടപ്പെട്ടെങ്കിൽ അത് തിരിച്ചു കിട്ടും. ഇടുക്കത്തിൽ നിന്ന് വിശാലമാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. ഇന്നത്തെ പ്രാർത്ഥനയിൽ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവൻ മുഴങ്കാലുകളിൽ നിൽക്കണം, കൈകൾ ചേർത്ത് പിടിക്കണം. എന്നിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്നൊരു വിശാലത കർത്താവ് തരാൻ പോവുക. നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു തരാൻ പോവുക. എല്ലാ കണ്ണുകളും അടയട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവിന്റെ കരങ്ങളിലേക്ക് ഈ ജനത്തെ തരികയാണ്. സ്വർഗം ഇപ്പോൾ തന്നെ ഇവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ഒരു കൂടാരത്തിന്റെ ഇടുക്കം കർത്താവെ, ഇടുക്കം വിശാലമാകാൻ പ്രാർത്ഥിക്കുക.
ഇനിയും അവരുടെ ജീവിതത്തിൽ ഇടുക്കം വരാതെ ദൈവം അവരെ വിശാലതയെ കൊണ്ടുവരണം. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടുന്നതുകൊണ്ട് കർത്താവിനെ വാഴ്ത്തുകയാണ്. കർത്താവിനെ കാണിക്കുന്നു. എപ്പോഴും ഖദർ ഷർട്ടും ഖദർ മുണ്ടും ഉപയോഗിക്കുന്ന താടി വെച്ച ഒരു ബ്രദർ നഷ്ടപ്പെട്ടത് കർത്താവ് തിരിച്ചു കൊടുക്കാൻ പോകുന്നു. കർത്താവെ, പ്രാർത്ഥിച്ച ഈ പ്രിയപ്പെട്ടവരെ തൃക്കരത്തിലോട്ട് ഏൽപ്പിക്കുക. കർത്താവിന്റെ കരം ഇറങ്ങണം. ഇവരുടെ ജീവിതത്തിൽ ഒരു വലിയ വിശാലത വരട്ടെ. ശാപത്തിന്റെ മുള്ളുകൾ വേരോടെ പിഴുതുമാറട്ടെന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് അവരെ സഹായിക്കണം. ദൈവം അവരെ അനുഗ്രഹിക്കണം. കർത്താവെ, ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനമയച്ച് ഇപ്പോൾ അവരെ സൗഖ്യമാക്കണം. അരതൊട്ട് താപ്പൊട്ട് തളർന്നു കിടക്കുന്ന ജീസസ് രാജമ്മ എന്ന പേരുള്ള ഒരാൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. സൗഖ്യമാകുന്നു. ജീസസ് ജീസസ് ജീസസ്. ബോബി എന്ന പേരുള്ളൊരു യൗവനക്കാരൻ മദ്യപാനത്തിന്റെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുന്നു. മദ്യപാനിയായ ഒരു ചെറുപ്പക്കാരൻ നിന്ന് വിടുതല. പ്രാർത്ഥിച്ചവരെ അനുഗ്രഹിക്കുന്നു. കർത്താവ് തൃക്കരത്തിലോട്ട് ഏൽപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ബ്ലൂ ഷർട്ടിന്റെ ബ്രദർ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ആ ബ്രദർ. കർത്താവ് നിന്നെ കടാക്ഷിക്കാൻ പോവുക. ബ്രദർ എന്നെ ശ്രദ്ധിച്ചേ. ദൈവത്തിന്റെ കരുണ നിന്റെ മേൽ വീഴാൻ പോവുക. നിന്റെ ജീവിതത്തെ തകർത്ത ശക്തികൾ ഇന്ന് നിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ പോവുക. നീ ഉയർന്നു വരേണ്ട മേഖലകൾ എല്ലാം ബന്ധിക്കപ്പെട്ടു കിടക്കുക. കർത്താവ് പറഞ്ഞു, അതിനെ ദൈവം അഴിച്ചുവിടാൻ പോവുക. ഇത് അഴിച്ചുവിടാൻ പോവുക. അവൻ നിന്റെ ഉറക്കത്തെ പോലും ബാധിക്കുന്ന ശക്തികൾ അവൻ നിന്റെ ഈ ബ്രദറിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചു. ഒരു വിടുതൽ ഈ ബ്രദർ നടക്കാൻ പോവാ. ബ്രദർ എവിടുന്നാ വരുന്നത്? അങ്കമാലി. നിങ്ങളുടെ ഉറക്കത്തെ കെടുത്തുന്ന, ഉറങ്ങുമ്പോൾ നിങ്ങളെ ഉറങ്ങാൻ ഒക്കത്തില്ല, കട്ടിൽ കണ്ടാൽ നിങ്ങൾ അസ്വസ്ഥനാകും, ഉറങ്ങാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പല രാത്രികൾ നീണ്ട നാളുകളായിട്ട് ഉറക്കമില്ല. ഞാൻ പറയുന്നത് നേരാണോ? ഇന്നലെ പോലും ഉറങ്ങാൻ കഴിഞ്ഞിട്ടില്ല. എത്ര നാൾ കൂടി ഉറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്? എത്ര വർഷമായി? 2008 മുതൽ തനിക്ക് ഉറക്കമില്ല. ഇദ്ദേഹം പിടിവിക്കപ്പെടുവോ? അങ്കമാലിക്കാരനെ എനിക്കറിയത്തില്ല, പക്ഷെ കർത്താവിന് അങ്കമാലിക്കാരനെയാണ്. അങ്കമാലിക്കാരൻ ഉറങ്ങുന്നില്ലെന്ന് യേശുവിനറിയാം. ചില സമയം ബ്രദറെ, അഥവാ ഒരു ഉറക്കം കിട്ടിയാൽ നിങ്ങളെ എന്തോ വലിഞ്ഞു മുറുക്കുന്നത് പോലെ, തൊണ്ടയ്ക്ക് എന്തോ വന്ന് അമർത്തിപ്പിടിക്കുന്ന പോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? അസ്വസ്ഥയുണ്ടാകുന്നു. അമർത്തിപ്പിടിക്കുന്ന പോലെ തോന്നാറില്ല, എന്നാലും ഉറക്കത്തിൽ എന്തോ ഒരു ഉപദ്രവം. അതത്രേ കർത്താവ് പറയുന്നത്. നീ നിൽക്കുമ്പോൾ തന്നെ നിന്റെ നെഞ്ചിന്റെ മുകളിൽ ഇവിടെയായി ഒരു കറുത്ത ശക്തി നിൽക്കുകയാണ്. നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് ഒരു അസ്വസ്ഥത മാറിയതായി ഫീൽ ചെയ്യുന്നു. അസ്വസ്ഥത മാറിയതായി തോന്നുന്നു. എന്താ ഫീൽ ചെയ്തതെന്ന് പറഞ്ഞു? ഹെൽത്തിയായിട്ട് തോന്നുന്നു. ഹെൽത്തിയായിട്ട് തോന്നുന്നു. കർത്താവിനോട് പറയുന്നു, ഈ നെഞ്ചിൽ നിന്ന് ആ ദുഷ്ടശക്തി ഇന്ന് തൊട്ട് നിങ്ങൾ സമാധാനത്തോടെ ഉറങ്ങും. 1 മാസം ഉറങ്ങിച്ച് ഇവിടെ വരണം പറയാം. ഞങ്ങളുടെ മിഷണറിമാർ സുവിശേഷ പ്രവർത്തനം ചെയ്യുമ്പോൾ ആരാലും ഉപേക്ഷിക്കപ്പെട്ട നിർധരരായ സാധുക്കളായ ധാരാളം കുഞ്ഞുങ്ങളെ
കണ്ടെത്തുവാനിടയായിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ടുവന്ന് വളർത്തുവാൻ ഞങ്ങൾ തയ്യാറായി. ദൈവം ഞങ്ങൾക്ക് ഉയരത്തിൽ നിന്ന് അതിനുള്ള ആലോചനകൾ തന്നു. ഈ 30ഓളം കുഞ്ഞുങ്ങൾ വളരുന്ന ഈ ഓർഫനേജ്, അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഒരു വീടാണ്. ഞങ്ങളിവിടെ ഒരു കുടക്കീഴിൽ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഇവിടെ പാർക്കുകയാണ്. സത്യത്തിൽ ഈ കുഞ്ഞുങ്ങളുമായി സമയങ്ങൾ ചെലവഴിക്കുമ്പോൾ സ്വർഗം സാക്ഷാൽ ഭൂമിയിൽ ഇറങ്ങി വരുന്നോ എന്ന് തോന്നിപ്പോകും. വിശാലമാക്കുന്ന കർത്താവിന്റെ കരത്തെക്കുറിച്ച് ശുശ്രൂഷിച്ച ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. ഈ കമ്മിങ് സൺഡേ ഒരു പ്രത്യേക ദിവസമാണ്. ഇടുക്കങ്ങൾ, ഞെരുക്കങ്ങൾ ഒഴിഞ്ഞ് ജനം വിശാലതയിലേക്ക് വരുന്ന ഒരു ദിവസമാണ്. നിങ്ങൾ ആ മീറ്റിംഗിൽ വരണം, അനുഗ്രഹം പ്രാപിക്കണം, നഷ്ടപ്പെട്ടതിനെ തിരിച്ചു വാങ്ങിക്കണം. നിങ്ങൾക്ക് ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയം കോടിമാത പാലത്തിനടുക്കുള്ള ലയൺസ് ക്ലബിൽ വെച്ച് ജീസസ് വോയിസിന്റെ ആരാധനയുണ്ട്. ശനിയാഴ്ച 10 മണി മുതൽ 2 മണി വരെയും ഞായറാഴ്ച 9 മണി മുതൽ 12 മണി വരെയും വർഷിപ്പുണ്ട്. നിങ്ങൾക്ക് കടന്നു വരാം, അനുഗ്രഹം പ്രാപിക്കാം. കർത്താവിന്റെ കരം നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. അടുത്ത ഫ്രൈഡേ ഇതേ സമയം നമ്മൾ കൂടി വരുവരെ സർവശക്തനായ ദൈവത്തിന്റെ വിസ്താരമേറിയ ചെറുകളിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. For more information, Jesus Voice Ministries, Post Box number 19, Korancheri, Kerala, India, PIN 689641, Mobile 9744836936.